തൻ്റെ 7ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചതിൻ്റെ പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ കാർലോ തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്ന് മുതൽ ഞാൻ നടന്ന് സ്കൂളിൽ പോയിക്കോളാം, ഇവിടുന്ന് 1.5 കിലോമീറ്ററിലേ ഉള്ളൂ. അമ്മ അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, അച്ഛനോട് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നപ്പോൾ അവൻ വീണ്ടും അമ്മയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ, എനിക്കിപ്പോൾ തന്നെ 50 കിലോ വെയിറ്റ് ഉണ്ട്, ഭാരമുണ്ട്. 7 വയസ്സല്ലേ ആയുള്ളൂ. അമ്മയ്ക്കറിയോ, എനിക്ക് 70 കിലോ ഭാരമാകുമ്പോൾ ഞാൻ മരിക്കും. അമ്മ ഇതൊരു തമാശയായിട്ട് കരുതി. അവൻ പറഞ്ഞു, അല്ലമ്മേ, തമാശയല്ല, സീരിയസ് ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കേണ്ടതുണ്ട്. ഞാനൊന്ന് നടന്ന് പോയിക്കൊള്ളാം. വേറൊരു ലക്ഷ്യം കൂടി അവനുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് വഴിയോരങ്ങളിലുള്ള പാവപ്പെട്ടവരെ കാണുക, അവരോട് സംസാരിക്കുക. ആദ്യ കുർബാന സ്വീകരിച്ച സമയത്ത് അവൻ എടുത്തൊരു തീരുമാനമായിരുന്നു, ഞാനിനി പാവപ്പെട്ടവരെ പോലെ ജീവിക്കും എന്നുള്ളത്. ആ നാട്ടിൽ അറിയപ്പെടുന്ന കോടീശ്വരൻ്റെ ഒരേ ഒരു മകനാണ് കാർലോ. പക്ഷേ അവൻ എളിയ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, ഈശോയെപ്പോലെ. പിറ്റേ ദിവസം അവൻ അമ്മയുടെ പ്രത്യേക അനുവാദത്തോടെ നടന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. പതുക്കെ നടപ്പ് തുടങ്ങി. കുറേ കഴിഞ്ഞ് ഒരു കവലിലെത്തിയപ്പോൾ ഒരു മുത്തശ്ശി അവൻ്റെ നേരെ 2 കൈകളും നീട്ടി. അവരുടെ കയ്യിലൊരു പാത്രമുണ്ടായിരുന്നു. അവർ ഭിക്ഷയാചിക്കുകയായിരുന്നു. അവനവിടെ കുന്തങ്കാലിരുന്ന് ആ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശിക്ക് ആരുമില്ലേ? മുത്തശ്ശി പറഞ്ഞു, ഇല്ല മോനെ. അവനുടനെ തന്നെ അവന് ഉച്ചയ്ക്ക് കഴിക്കുവാൻ കൊണ്ടുവരുന്ന ടിഫിൻ എടുത്തിട്ട് മൊത്തം ഭക്ഷണം ആ മുത്തശ്ശിയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, മോൻ എന്ത് ചെയ്യും? അവൻ പറഞ്ഞു, സാരമില്ല, എനിക്കവിടെ ക്യാൻറ്റീനുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചോളാം. പക്ഷേ അവനന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. അവനൊരു ആശയടക്കമായി കരുതിക്കൊണ്ട് അവൻ ലോകത്തുള്ള എല്ലാ പാവങ്ങൾക്കും വേണ്ടി, പാപികളും പാവങ്ങളുമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം അവൻ വീട്ടിലെത്തി. വളരെ സന്തോഷവാനായിട്ടാണ് അവൻ കാണപ്പെട്ടത്. അമ്മ ചോദിച്ചു, മോനെ, യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അവൻ പറഞ്ഞു, അമ്മയെ, വലിയ ഇഷ്ടമായി എനിക്ക്. പിറ്റേ ദിവസം മുതൽ അവൻ എന്നും പോകുമ്പോൾ വഴിയോരങ്ങളിലുള്ള പാവങ്ങളെ കാണും, അവരോട് കുശലാന്വേഷണം നടത്തും. അവൻ്റെ കയ്യിലുള്ളത് അവന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ അവൻ അവർക്ക് കൊടുക്കും. ഒരു ദിവസം ആ മുത്തശ്ശി അവരോട് പറഞ്ഞു, മോനെ, എനിക്ക് ആരുമില്ലെന്ന് അറിയാമല്ലോ, വീടൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, മുത്തശ്ശി എൻ്റെ വീട്ടിലേക്ക് വരൂ. അത് വേണ്ട, മോൻ ഇച്ചിരി പൈസ കൊണ്ട് തരാമോ? അപ്പോൾ അവൻ പറഞ്ഞു, മുത്തശ്ശി, ഞാൻ പൈസ കൊണ്ട് നടക്കാറില്ല, ഞാൻ എന്തെങ്കിലും എന്നാൽ പറ്റുന്നതൊക്കെ തരാം. മുത്തശ്ശിക്ക് എന്താണ് വേണ്ടത്? മുത്തശ്ശി പറഞ്ഞു, എനിക്ക് പുതപ്പില്ല മോനെ, നല്ല തണുപ്പല്ലേ. പിറ്റേന്ന് അവനാണ് അമ്മയുടെ അനുവാദത്തോടുകൂടി അവൻ 3 കമ്പിളിപ്പുതപ്പ് കൊണ്ടുവന്നു. 2 എണ്ണം മുത്തശ്ശിക്കും 1 എണ്ണം അടുത്തുള്ള വേറെ ആൾക്കും കൊടുത്തു. പിന്നെ എല്ലാ ദിവസവും വരുമ്പോഴെല്ലാം അവൻ ഭക്ഷണം പൊതി മറ്റുള്ളവരുമായി പങ്കുവച്ചു, അവരുമായി കുശലാന്വേഷണം നടത്തി. അങ്ങനെ വളരെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞും ഈശോയെക്കുറിച്ച് പറഞ്ഞുമെല്ലാം അവൻ സ്കൂളിലേക്ക് പോവുക പതിവായി. ഒരു ദിവസം രാത്രിയിൽ പരിശുദ്ധ അമ്മ അവന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ചെയ്യുന്ന കാര്യം വളരെ നല്ലതാണ്. ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ് നിന്നെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കും. പക്ഷേ നീ 15 വയസ്സ് വരെ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അവന് വളരെ സന്തോഷം തോന്നിയതേ ഉള്ളൂ, കാരണം ഈശോടൊപ്പം ആയിരിക്കുവാനായിട്ട്. അന്ന് മുതൽ അവനൊരു തീരുമാനമെടുത്തു, പാപത്തേക്കാൾ മരണം. അവന് മിസ്റ്റർ ഡൊമിനിക് സാവിയയെ വളരെ ഇഷ്ടമായിരുന്നു. മിസ്റ്റർ ഡൊമിനിക് സാവിയയുടെ ആപ്തവാക്യമായിരുന്നു അത്, പാപത്തേക്കാൾ മരണം. അവനും പാപമൊന്നും ചെയ്യാതെ ജീവിക്കാനായിട്ട് ഉറച്ച തീരുമാനമെടുക്കുകയും പരിശുദ്ധ അമ്മയോട് നിത്യേന കൊന്തയിലുവാൻ തീരുമാനിക്കുകയും നിത്യവും അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ദിവ്യാരണം സ്വീകരിക്കാനായിട്ട് പ്രത്യേകം അവൻ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു.